മഴ ഒരു ഭീകരനാക്കുന്നു എന്നൊരു പരാതി രാവിലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ചില സമയത്ത് ഒരു ഭീകരനാണ്. മാത്രമല്ല ആളുകൾക്ക് രാവിലെ തന്നെ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഒന്നും തന്നെയല്ല. കാരണം പല ലക്ഷ്യങ്ങൾ വെച്ച് അങ്ങനെ തയ്യാറെടുപ്പുകളില്ലാതെ യാത്ര ചെയ്തിരിക്കുന്നവരായിരിക്കും. സ്വാഭാവികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ സംസ്ഥാനത്ത് മഴ കനക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 7 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നഗര മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസം ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് മഴ മൂലം അടച്ചിടാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ വിവരങ്ങൾ അറിയാം. എന്തൊക്കെ സംഭവിക്കുന്നു, മഴ നിലവിൽ പെയ്യുന്നുണ്ടോ, മഴ മൂലം എന്തൊക്കെ മഴക്കെടുതികൾ ഉണ്ടായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. യെസ് ഷിജോ, ഒരു കുടയുമായിട്ടൊക്കെ നമ്മുടെ ഡ്രസ്സിന്റെ അതേ ചേർന്നൊരു കുടയൊക്കെ ആയിട്ട് ഷിജോ നിൽക്കുന്നുണ്ട്. ഷിജോ ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇന്നലെയൊക്കെ നല്ല തകർത്ത് പെയ്ത മഴയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ രാവിലെയും എനിക്ക് തോന്നുന്നു ഷിജോയുടെ നിൽപ്പൊക്കെ കണ്ടിട്ട് മഴ പെയ്യാനുള്ള ഭാവം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിലവിൽ ഈ മഴയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള മുന്നറിയിപ്പ്? ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റു മുന്നറിയിപ്പുകളൊക്കെ എന്താണ്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്താണ്? ഇന്ന് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണോ ഷിജോ? ജിൽസി, സൈഫു, ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ അങ്ങ് മഴ കൊണ്ടുപോവുകയാണെന്ന് വേണം പറയേണ്ടത്. എന്തായാലും ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങ് പുതച്ചുമൂടി കിടക്കാനാണ് തോന്നുന്നത്. കാരണം അങ്ങ് പുതച്ചുമൂടി കിടക്കണം, മഴയൊക്കെ മാറിയിട്ട് എഴുന്നേറ്റാൽ മതി എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, മോർണിംഗ് ഡ്യൂട്ടിയാണ് സായിക്ക വന്നത്. സായിക്കായും സുലൈസക്കും മോർണിംഗ് ഡ്യൂട്ടി ഇട്ടതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നു. അല്ല ഞാൻ കുറച്ചുകൂടി നേരം ഉറങ്ങിയേനെ. എന്തായാലും അതിഭീകരമായിട്ടുള്ള മഴയാണ്. സംഭവിക്കരുത്. മാത്രമല്ല സാജുക്കും സുനിലും ഷിജോന് രാവിലെ ഡ്യൂട്ടി ഇട്ട് അവരൊക്കെ മൂടി പൊളിച്ച് കിടന്നുറങ്ങുമായിരിക്കും. ഇല്ല, സാജിക്ക രാവിലെ വേണം. സായിക്കനോട് പറഞ്ഞത് രാവിലെ തമ്പാനൂർ വന്ന് ലൈവ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മഴയും വെള്ളക്കെട്ടുള്ള സ്ഥലം നോക്കിയാണ് നമ്മൾ വന്നത്. ഞാൻ എന്തായാലും നിൽക്കുന്നത് തമ്പാനൂരിലാണ്. പക്ഷെ മുമ്പുള്ളതുപോലെ ഒരു വെള്ളക്കെട്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ ഇന്നലെ മുതൽ ആകെ നനഞ്ഞ ആ ഒരു അവസ്ഥയിലാണ്. ഒരു തരത്തിലും ഒരിറ്റ് വെയിൽ പോലും വരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ, പല ആളുകളും മഴ പെയ്യില്ല, മഴ പെയ്യുമോ പെയ്യില്ലയോ എന്നുള്ള സംശയം കൊണ്ട് കുടയെടുക്കാതെ വന്ന ആളുകളുമുണ്ട്. അങ്ങനെ തമ്പാനൂരിൽ ഇപ്പോൾ അത്യാവശ്യം ഇത്രയും നേരം ഇന്നലെ തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോൾ മാത്രമാണ് നേരിയ ശമനം ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ മഴ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സാഹചര്യം തലസ്ഥാന നഗരിയിലില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 8 ജില്ലകളെന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലേർട്ടാണ്. അതേസമയം ഇന്ന് രാവിലെ മുതൽ, ഈ സമയം മുതൽ അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിതീവ്രമായിട്ടുള്ള മഴ ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട വ്യാപകമായിട്ടുള്ള മഴ ലഭിച്ചേക്കും എന്നുള്ള മുന്നറിയിപ്പുകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തായാലും കൊടയെടുത്തും എടുക്കാതെയും വരുന്ന ആളുകളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ നഗരം വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളടക്കം ഈ വെള്ളക്കെട്ടിലേക്ക് ഒഴുകി വരുന്ന പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ അതൊക്കെ മാറ്റുന്ന ഒരു ജോലികൾ കൂടി ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ നല്ല ചൂട് ചായ ഒക്കെ കുടിച്ച് ആളുകൾ കൂടി കടയുടെ വാൾക്കൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ മഴയാണ്, നല്ല കട്ടൻ ചായ, നല്ലൊരു ചൂട് ചായയും ഒരു കടിയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് രസകരമുള്ള കാര്യമാണ്. മഴ ആസ്വദിക്കാം. പക്ഷേ ഈ മഴയത്തിറങ്ങി നടക്കുന്നത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല. കട്ടൻ ചായ ഒക്കെ കുടിച്ച് ആസ്വാദനത്തിനപ്പുറത്തേക്ക് ഇരിക്കാം. ഈ ആസ്വാദനത്തിനപ്പുറത്തേക്ക് കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഷിജോ തന്നെയാണ് കഴിഞ്ഞ ദിവസം എലിപ്പനിയുടെ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അന്ന് പക്ഷേ മഴയില്ലാത്തൊരു ഘട്ടത്തിലാണ് അത്രയും എലിപ്പനി രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ ശക്തമാകുമ്പോൾ ആ മേഖലയിൽ കുറെ കൂടി ആശങ്ക കൂടുകയല്ലേ? സ്വാഭാവികമായിട്ടും അത്തരം ആശങ്കകൾ ഉണ്ടാവും. നമ്മളിതിൻ്റെയൊക്കെ എത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ജാഗ്രതയും ഗൗരവവും ഒട്ടും കുറയാൻ പാടില്ല. അതിനകത്ത് എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ മഴയും ജോൺസൺ മാഷിന്റെ പാട്ടും കട്ടൻ ചായയും എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ഒരു ആസ്വാദനത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ഒന്നിനു പുറകെ ഒന്നായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഏറ്റവും ആശങ്കയാക്കുന്നത് എലിപ്പനിയാണ്. ഈ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ എലിപ്പനി പ്രതിരോധ ഗുളികയായിട്ടുള്ള ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ പ്രധാനപ്പെട്ട കാരണം എലിമൂത്രം, അത് ഈ വെള്ളത്തിലും മണ്ണിലുമൊക്കെ, മലിനമായ മണ്ണിലുമൊക്കെ ദീർഘകാലം അതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഇറങ്ങുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 മാസത്തിനിടെ 153 പേരുടെ ജീവനാണ് എലിപ്പനി കവർന്നത്. അപ്പോൾ അത്തരത്തിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും അടക്കമുള്ള ജാഗ്രതകൾ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അങ്ങേയറ്റം ജാഗ്രത വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങോട്ട് നല്ല മഴയൊക്കെയല്ലേ? വലിയ മഴയാണ്, ശക്തമായ മഴ. നെയ്യാറ്റിൻകര അങ്ങോട്ടൊക്കെ മഴയുണ്ടോ? അരിപ്പുറമൊക്കെ ശക്തമായ മഴയാണ്.
എന്നാ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നാ തോന്നുന്നത്? ഈ മഴ കാലം ഇത് കന്നിമാസത്തിൽ മഴ പെയ്തിരുന്നെങ്കിൽ പറയുന്നുള്ളതാണോ? കന്നിമാസത്തിൽ കടലും പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതാണെന്നാണ്. ഇതിപ്പോ കാലവർഷം ഏതാ കന്നിമാസം ഏതാ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? അറിയാത്ത അവസ്ഥയാണ്. പ്രകൃതി ആകെ തളം തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ചെറുപ്പകാലത്ത് ഇങ്ങനെ എങ്ങനെയായിരുന്നു? ഇപ്പൊ ആ കാലഘട്ടം ഈ കാലഘട്ടം? ചെറുപ്പകാലം എന്നൊക്കെ ഞങ്ങൾ നെയ്യാറ്റിലൊക്കെ കാല് കൊന്നിക്കളിച്ച് അപ്പുറത്ത് പോകുമായിരുന്നു. ഇപ്പോൾ കാലവർഷം ആകെ താളം തെറ്റിയിരിക്കുന്നു. കുറെ എടുത്തില്ലായിരുന്നു ഈ പണി കിട്ടിയാണ്. കുറെ എടുത്തില്ലെങ്കിൽ നനഞ്ഞ് നാശമാവും. ശിവഗിരി മഠത്തിൽ. അപ്പം എല്ലാ കാര്യം നന്നുണ്ടാക്കട്ടെ. ശരിയായിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കന്നിമാസത്തിൽ കടലും വറ്റും എന്നുള്ള ഒരു പ്രയോഗമൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ആ ചേട്ടൻ പറഞ്ഞതുപോലെ കന്നിമാസം ഏതാ കാലവർഷം ഏതാന്ന് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട്. കാലവർഷം കാലാവസ്ഥയൊക്കെ ആകെ തകിടം മറിഞ്ഞ് താളം തെറ്റി കിടക്കുകയാണ്. അതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ അവധി വൈകി പ്രഖ്യാപിച്ചത് കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചില മുറുമുറുപ്പൊക്കെ ഉയരുന്നുണ്ട്. ജിൽസി, ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് ചില കുട്ടികളെ കണ്ടിരുന്നു. അവരുടെ തോളിൽ ബാഗൊക്കെ ഉണ്ട്. സ്കൂളിലേക്കാണ് പോയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുമ്പോൾ തിരുവനന്തപുരത്ത് അതിതീവ്രമായിട്ടുള്ള മഴ തുടരുകയാണ്. അതിനിടയിൽ രാവിലെ 6:18 തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ സമയം കൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികളുള്ള മാതാപിതാക്കൾ രാവിലെ 5 മണിക്ക് മുമ്പേ എഴുന്നേറ്റ് അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവും ചെയ്യുന്നതാണ്. അവർ ബാഗ് അടക്കം എടുത്തുകൊണ്ട് ഒരു 6 മണിയോടുകൂടി തന്നെ പലയിടങ്ങളിലേക്കും സ്കൂൾ ബസ് അടക്കം വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. അങ്ങനെ സ്കൂൾ ബസ്സിലേക്ക് കയറിയിട്ട സമയത്താണ് ജില്ലാ കളക്ടർ തിരുവനന്തപുരത്ത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിനകത്ത് വലിയ വിമർശനം കളക്ടറിന്റെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കളക്ടർ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളൊരു രസകരമായിട്ടുള്ള കമന്റാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷമാണ് ഞാനൊന്ന് അവധി പ്രഖ്യാപിച്ചാലോ എന്ന് കളക്ടർ കരുതിയത്. അങ്ങനെ കളക്ടർ രാവിലെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ള രസകരമായിട്ടുള്ള കമന്റ് ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവധി പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ള ചില കമന്റുകളുണ്ട്. അങ്ങനെ കളക്ടർക്കെതിരെ വിമർശനവും പരിഹാസവും അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണ് ജില്ലാ കളക്ടറിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ലൈവ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു നെരിയ മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. കുറച്ചു നേരം കൂടി നിന്നാൽ നമുക്ക് രസകരമായിട്ടുള്ള മഴയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ കാണിക്കാൻ കഴിയും. എന്തായാലും മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം അടക്കമുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുകൂടാതെ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രം. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജെൽസി, സൈഫു.